ഹായ് കൂട്ടുകാരെ, സച്ചിയുടെയും ദേവതയുടെയും പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചിയാണെങ്കിൽ വളരെ വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് കേട്ടോ ആദ്യം കാണിക്കുന്നത്. അങ്ങോട്ടേക്ക് രേവതി ചെല്ലുന്നുണ്ട്. എന്താ സച്ചിയേട്ടാ, സച്ചിയേട്ടന് എന്തിനാ ഇത്രയധികം വിഷമിക്കുന്നത്? സച്ചിയേട്ടനെ കുറിച്ച് ഞാൻ എല്ലാം മനസ്സിലാക്കിയെന്നാ ഇതുവരെ വിചാരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് സച്ചിയേട്ടനെ കുറിച്ച് എനിക്ക് ഒരുപാട് ഇനി മനസ്സിലാക്കാനുണ്ട്. ഞാൻ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ സച്ചിയേട്ടൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സച്ചിയേട്ടനെ സ്നേഹം കൊണ്ട് ഒരു നോട്ടം പോലും അമ്മ നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഒരു അമ്മയ്ക്ക് എങ്ങനെയാണ് ഒരു മകനോട് ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നതെന്നുള്ളത്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ വളരെയധികം എന്തോ കൃത്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് സച്ചിയേട്ടാ. ഇനിയെങ്കിലും സച്ചിയേട്ടൻ എന്നോട് അത് തുറന്നു പറയണം എന്നിങ്ങനെ രേവതി ഒരുപാട് നിർബന്ധിക്കുകയാണ് കേട്ടോ. എന്നാൽ സച്ചി പറയുന്നുണ്ട്, രേവതി അതൊക്കെ വീട് കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, ഞാനതൊന്നും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നേ ഇല്ല. അതല്ല സച്ചിയേട്ടാ, എന്നാലും നമ്മൾ തമ്മിൽ അങ്ങനെയല്ലല്ലോ. സച്ചിയേട്ടൻ എന്തായാലും അതെന്നോട് തുറന്നു പറഞ്ഞേ മതിയാവൂന്നിങ്ങനെ രേവതി നിർബന്ധിക്കുമ്പോൾ സച്ചിയാണെങ്കിൽ പഴയ കാര്യങ്ങൾ, സച്ചി ജുവനൈൽ ഹോമിൽ പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ സച്ചി കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പഴയ കാര്യങ്ങളാണ് കേട്ടോ പിന്നീടായിട്ട് കാണിക്കുന്നത്. അങ്ങനെ ചന്ദ്രമതിയാണെങ്കിൽ ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ജ്യോത്സ്യൻ ഭയങ്കര ഒരു ഗൗരവത്തിലാണ് കേട്ടോ. ജ്യോത്സ്യൻ ഇങ്ങനെ കബഡി നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. കബഡി നിരത്തും വീണ്ടും ചന്ദ്രമതിയുടെ മുഖത്തേക്ക് നോക്കും. വീണ്ടും ഭയങ്കര ടെൻഷനിലിങ്ങനെ കബഡി നിരത്തി നോക്കുകയാണ് കേട്ടോ. ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളെന്തിനാ വീണ്ടും കബഡി നിരത്തിയിട്ട് എന്നോടൊന്നും പറയാത്ത എന്താ സ്വാമി, എന്താണെന്ന് വെച്ചാൽ പറയുന്നിങ്ങനെ പറഞ്ഞിട്ട് ചന്ദ്രമതിക്ക് ആകെ ഒരു ടെൻഷനാകാണ് കേട്ടോ. അപ്പോഴേക്കും ചോദിക്കുന്നുണ്ട്, അത് നിങ്ങളുടെ രണ്ടാമത്തെ മകന് ഇപ്പോൾ വയസ്സ് എത്രയായി? സ്വാമി, എനിക്ക് ഇപ്പോൾ 2 ആൺമക്കളാണുള്ളത്. അതിൽ രണ്ടാമത്തെ മകന് 6 വയസ്സ് ആയിട്ടുണ്ട്. അവൻ്റെ പേര് സച്ചി എന്നാണെന്ന് ചന്ദ്രമതി പറയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും ഒന്ന് ഇരുത്തി മൂളിക്കൊണ്ട് സ്വാമി വീണ്ടും കബഡി നിരത്തിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ചന്ദ്രമതിക്ക് ആകെ ടെൻഷനാകാണ്. എന്നാൽ ആ സമയം സച്ചിയോട് ഭയങ്കരമായിട്ട് സ്നേഹവും ഒരു വാത്സല്യവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. ശ്രീകാന്ത് ആ സമയം ജനിച്ചിട്ടും ഇല്ല കേട്ടോ. അങ്ങനെ ചന്ദ്രമതി ആകാംക്ഷയോടുകൂടി ചോദിക്കുന്നുണ്ട്, എന്താ സ്വാമിജി, എൻ്റെ മകന് എന്തെങ്കിലും സമയദോഷമുണ്ടോ, അതോ അവൻ്റെ പഠിത്തത്തിൽ എന്തെങ്കിലും സംഭവിക്കുമോ, എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയൂ എന്നിങ്ങനെ ചന്ദ്രമതി പറയുമ്പോൾ സ്വാമി പറയുന്നുണ്ട്, അതെ നിങ്ങളുടെ മകൻ കാരണം നിങ്ങളുടെ മകനല്ല നിങ്ങളുടെ കുടുംബത്തിലാണ് അനിഷ്ടങ്ങൾ സംഭവിക്കാൻ പോകുന്നതെന്ന് ഇങ്ങനെ പറയുകയാണേ. ഇത് കേട്ടിട്ട് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എന്താ സ്വാമിജി, എന്താ ഈ പറയുന്നത്, ഒന്ന് തെളിച്ച് പറയുന്നിങ്ങനെ പറയുമ്പോൾ സ്വാമി പറയുന്നുണ്ട്, അത് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് അങ്ങനെ വ്യക്തമാക്കി തരാനായിട്ട് പറ്റില്ല. എന്തായാലും ഞാൻ കുറച്ചൊന്ന് പറയാം. നിങ്ങളുടെ മകൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഉള്ളത്, നിങ്ങളുടെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ആ സമയമെല്ലാം നിങ്ങളുടെ വീട്ടിൽ അനിഷ്ടങ്ങളാണ്, ദോഷമാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയാൻ. അപ്പോഴേക്ക് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എന്താ സ്വാമിജി പറയുന്നത്, എൻ്റെ മകൻ ഞങ്ങളുടെ കൂടെ അല്ലാതെ പിന്നെ വേറെ എവിടെയാണ് നിൽക്കുന്നത്? അപ്പോൾ സ്വാമി പറയുന്നുണ്ട്, ഞാൻ പറയുന്നതല്ല, ഇത് ജാതകപ്രകാരം സമയം പറഞ്ഞതാണ്. പിന്നെ എന്താണ് സ്വാമി സംഭവിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അത് നിങ്ങളുടെ മകൻ ആ വീട്ടിലുള്ളിടത്തോളം സമയം ഒരു 6 വർഷമെങ്കിലും ആണ് ഈ ഒരു ദോഷം മാറാൻ വേണ്ടിയിട്ടുള്ളത്. ആ സമയം നിങ്ങളുടെ മകൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ആർക്കും ആകാം, ഒരാൾക്ക് ഒരു വലിയ അപകടം സംഭവിക്കും എന്ന് പറയുകയാണ്. അപ്പോഴേക്കും എന്താ സ്വാമി പറയുന്നത്, ആർക്ക് അപകടം സംഭവിക്കും? അതൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ നിങ്ങൾക്കാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനാവാം എന്നിങ്ങനെ പറയുമ്പോഴേക്കും ചന്ദ്രമതി ആകെ സങ്കടത്തിലാവുകയാണ് കേട്ടോ. ചന്ദ്രമതി എപ്പോഴേക്കും പറയുന്നുണ്ട്, സ്വാമിജി എൻ്റെ 2 മക്കളിൽ അവനാണ് എന്നോട് ഏറ്റവും കൂടുതൽ വാത്സല്യവും സ്നേഹവും ഉള്ളത്. എപ്പോഴും അമ്മയെന്ന് പറഞ്ഞിട്ട് എൻ്റെ പുറകെയാണ് നടത്തം. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണില്ലേ? ഞങ്ങളുടെ മകൻ ഞങ്ങളുടെ കൂടെ അല്ലാതെ വേറെ എവിടെ നിൽക്കാനാണെന്നിങ്ങനെ ചന്ദ്രമതി കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്വാമിജി പറയുന്നുണ്ട്, അതിനൊരു പരിഹാരമെന്ന് പറയുന്നത് ഒരു 6 വർഷം നിങ്ങളുടെ മകനെ നിങ്ങളുടെ അടുത്ത് നിന്ന് മാറ്റി നിർത്തുകയാണ് ചെയ്യേണ്ടത്. അയ്യോ സ്വാമിജി, എനിക്ക് 6 വർഷം പോയിട്ട് 6 ദിവസം പോലും അവനെ മാറ്റി നിർത്താനായിട്ട് കഴിയില്ല. ഞങ്ങൾ ഈ 6 വർഷം അവനെ എവിടെ കൊണ്ട് നിർത്താനാണെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ കരയാണ് കേട്ടോ ചന്ദ്രമതി. അപ്പോൾ സ്വാമിജി പറയുന്നുണ്ട്, അത് കൃഷ്ണൻ ജനിച്ചപ്പോൾ കംസൻ്റെ ജീവന അപകടത്തിലാണെന്ന് കരുതിയിട്ട് ശ്രീകൃഷ്ണനെ കൊണ്ടുപോയി യശോദയുടെ വീട്ടിൽ നിർത്തിയില്ലേ, അതുപോലെ തന്നെയല്ലേ
രാമൻ മാതാപിതാക്കളെ ഉപേക്ഷിച്ചിട്ട് 14 വർഷം വനവാസത്തിന് പോയില്ലേ? അതുപോലെ തന്നെയാണ് നിങ്ങളുടെ മകനെ ഒരു 6 വർഷത്തേക്ക് നിങ്ങൾക്ക് വിശ്വാസമായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ആക്കുക എന്നിങ്ങനെ പറയാട്ടോ. അപ്പോൾ ഈ ചന്ദ്രമതി വീണ്ടും ചോദിക്കുന്നുണ്ട്, സ്വാമിജി, ഞങ്ങളുടെ മകൻ ഞങ്ങളുടെ കൂടെ നിന്നാൽ ആരുടെയെങ്കിലും ജീവനിതാണോ ആപത്ത് വരിക? അത് എൻ്റെ വായി കൊണ്ട് തന്നെ നിങ്ങൾ പറയിപ്പിക്കണ്ട. എന്തായാലും ഈ 6 വർഷം എന്നുള്ളത് അത് നിങ്ങളുടെ മകൻ്റെ സമയദോഷമാണ്. 6 വർഷം കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മകനെ കൊണ്ട് ആർക്കൊരു ദോഷവും വരില്ല എന്നിങ്ങനെ പറയുകയാണ്. ചന്ദ്രമതി ആണെങ്കിൽ വീണ്ടും സ്വാമിജി അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും സ്വാമിജി ആണെങ്കിൽ കബഡിയൊക്കെ എടുത്ത് മടക്കി വെച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ പറയാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്, ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ചന്ദ്രമതി ആകെ തകർന്ന മനസ്സുമായിട്ടാണ് വീട്ടിലെത്തുന്നത്. ചന്ദ്രമതി വിഷമിച്ചിങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് രവീന്ദ്രൻ വന്നിട്ട് ചന്ദ്രമതിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്താ ചന്ദ്രേ, ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുകയാണ്, നീ ആകെ വല്ലാതിരിക്കുന്നല്ലോ, എന്താ സുഖമില്ലേന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല രവിയേട്ടാ, എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, ഞാനിന്നൊരു ജ്യോത്സ്യരെ കണ്ടിരുന്നു. ആഹാ, എന്നിട്ട് എന്ത് പറഞ്ഞു? രവിയേട്ടാ, അത് നമ്മുടെ മകൻ കാരണം നമുക്ക് ഈ വീട്ടിൽ എന്തോ വലിയ ദോഷം സംഭവിക്കാൻ പോകുന്നുവെന്ന്. സച്ചിയെ ഒരു 6 വർഷം നമ്മുടെ അടുത്ത് നിന്ന് മാറ്റി നിർത്തണമെന്നാണ് ജ്യോത്സ്യർ പറയുന്നത്. ഇത് കേട്ടിട്ട് രവി പറയുന്നുണ്ട്, ചന്ദ്രേ, നീ എന്തൊക്കെയായി പറയുന്നത്? സ്വന്തം മക്കൾ കാരണം മാതാപിതാക്കൾക്ക് ദോഷം വരുമെന്നോ? അതൊക്കെ ഓരോ ജ്യോത്സ്യന്മാര് കാശിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നതാവും. നീ അതോർത്ത് മനസ്സ് വിഷമിപ്പിക്കാതെ കിടന്നുറങ്ങാൻ നോക്ക്. അതൊന്നുമല്ല രവിയേട്ടാ, ഇതങ്ങനെയൊന്നും പറയുന്ന ഒരു ജ്യോത്സ്യരല്ല. ഇത് നല്ല സത്യങ്ങൾ മാത്രം പറയുന്ന അച്ചട്ടായി കാര്യങ്ങൾ നടത്തുന്ന ഒരു ജ്യോത്സ്യരാണെന്ന് പറയാണ് കേട്ടോ. ഈ പറയുന്നതൊന്നും ഒരിക്കലും സത്യം ആവരുതെന്ന് തന്നെയാ രവിയേട്ടാ എൻ്റെ ആഗ്രഹം. എന്നാൽ ആ സ്വാമിജി പറഞ്ഞത് അത്രത്തോളം ശരിയായ രീതിയിലാണ്. പലയിടത്തും പല കാര്യങ്ങളും പറഞ്ഞത് സംഭവിച്ചിട്ടുമുണ്ട്. അപ്പോൾ പിന്നെ ഇതൊരു പരീക്ഷണത്തിന് നിൽക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല രവിയേട്ടാ. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താവും? നമ്മുടെ മക്കളെ എങ്ങനെയാവും ബാക്കിയുള്ള കാലങ്ങൾ ജീവിക്കുക? പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ കരയാട്ടോ. അപ്പോൾ രവി ചോദിക്കുന്നുണ്ട്, ചന്ദ്രേ, നീ വിഷമിക്കാതെ, അതിനിപ്പോൾ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? ഒരു 6 വർഷമല്ലേ രവിയേട്ടാ, സച്ചിയെ പിരിഞ്ഞിരിക്കുന്നതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. അപ്പോൾ ഒരു 6 വർഷത്തേക്കിന് നിങ്ങളുടെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി സച്ചിയെ ആക്കിയാലോ? ഇടയ്ക്കൊക്കെ നമുക്ക് പോയി കാണുകയും ചെയ്യാമല്ലോ എന്നിങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട്. എന്നാൽ രവി പറയുന്നുണ്ട്, ചന്ദ്രേ, നീ പറയുന്നതൊക്കെ ശരിയായിരിക്കാം, എന്നാലും നമ്മുടെ മക്കൾ നമ്മുടെ കൺവെട്ടത്ത് തന്നെ വളരുന്നതല്ലേ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളത്. തന്നെയല്ല, ഇവിടെ ആകുമ്പോൾ നല്ല സ്കൂളുകളൊക്കെ ഉണ്ടാവും. അവിടെ കൊണ്ടുപോയി ആക്കിയിട്ട് അവൻ്റെ ഭാവി എന്താവുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? രവിയേട്ടാ, ഇപ്പോൾ നമുക്ക് പഠിത്തത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ അല്ലല്ലോ ചിന്തിക്കുന്നത്. നമ്മുടെ മകൻ കാരണം നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു ദോഷം സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പം അതല്ലേ പ്രധാനം. നിങ്ങളുടെ ജീവന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനും ജീവനോടെ കാണില്ല, പിന്നെ നമ്മുടെ 2 മക്കളും അനാഥരായി പോയില്ലേ എന്നൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും ചന്ദ്രമതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മനസ്സോടു കൂടി തന്നെ രവി പറയുന്നുണ്ട്, ഇപ്പോൾ ഞാനൊന്ന് അമ്മയോട് സംസാരിച്ച് നോക്കട്ടെ, ബാക്കി കാര്യങ്ങൾ പിന്നെ തീരുമാനിക്കാം, നീ എന്തായാലും സമാധാനമായിട്ട് കിടന്നുറങ്ങുമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിയെ തൽക്കാലത്തേക്കിന് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ചന്ദ്രയും രവിയും കൂടി സച്ചിയെയും കൂട്ടി അച്ഛമ്മയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചി ചെറിയ കുട്ടിയാണല്ലോ. അവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ അച്ഛമ്മ അടുത്തേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും അച്ഛമ്മയുടെ അടുത്തേക്ക് ഒന്നും പോകാതെ ചന്ദ്രമതിയുടെ കയ്യിൽ തൂങ്ങി ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, എന്താ രവി, അവനെന്താ എൻ്റെ അടുത്തേക്കൊന്നും വരാത്തത്? അമ്മേ, അവൻ വന്നതല്ലേ ഉള്ളൂ, കുറച്ച് കഴിയുമ്പോൾ അടുത്തോളൂ എന്നിങ്ങനെ പറയുകയാണേ. അങ്ങനെ സച്ചി ആണെങ്കിൽ അവിടേക്കൊക്കെ ഇങ്ങനെ ഓടി നടന്ന് ഓരോ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നടക്കുകയാണ്. ഈ സമയം ചന്ദ്രയും രവിയും കൂടിയിട്ട് അച്ഛമ്മയോട് ജ്യോത്സ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അച്ഛമ്മ പറയുന്നുണ്ട്, എന്താ ഈ പറയുന്നത്? ഒരു ചെറിയ കുട്ടി കാരണം കുടുംബത്തിൽ അനിഷ്ടങ്ങൾ സംഭവിക്കുന്നോ? ഈ ജ്യോത്സ്യന്മാരൊന്നും പറയുന്നത് സത്യമാവണമെന്നില്ല. ഈ ജ്യോത്സ്യന്മാർക്കൊക്കെ മുകളിൽ ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ട്. എന്നാൽ ഇത് കേട്ടിട്ട് രവിയും പറയുന്നുണ്ട്, അമ്മേ, എനിക്ക് ഈ ജ്യോത്സ്യർ പറയുന്ന കാര്യങ്ങളിലൊന്നും വിശ്വാസം ഇല്ലാത്തതാണ്. എന്നാൽ ചന്ദ്രയോട് പറഞ്ഞിട്ട് ഇതൊന്നും അവൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അവൾ ഇപ്പോൾ തന്നെ ഇതെല്ലാം കേട്ടിട്ട് ഊണുമില്ല ഉറക്കമില്ല, ഈ ഒരേ കരച്ചിൽ തന്നെയാണെന്ന് പറയാൻ കേട്ടോ. ഈ സമയവും ചന്ദ്രമതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്.
ചന്ദ്രമതിയും പറയുന്നുണ്ട്, അമ്മേ എനിക്ക് അവനെ ഒരിക്കലും പിരിഞ്ഞു നിൽക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, എന്നാൽ സച്ചി കാരണം നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു ദോഷങ്ങൾ സംഭവിച്ചാൽ അതെനിക്ക് ഒരിക്കലും താങ്ങാൻ കഴിയില്ല. ഇത്രയും നാൾ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു, എന്നാൽ ഇതിപ്പോൾ അറിഞ്ഞു കഴിഞ്ഞിട്ട് അതും മനസ്സിൽ വെച്ചുകൊണ്ട് എങ്ങനെയാ ജീവിക്കാന്നിങ്ങനെ പറഞ്ഞിട്ട് ചന്ദ്രമതി കരയാണ് കേട്ടോ. എന്നാൽ രവിയും പറയുന്നുണ്ട്, അമ്മേ ഈ പറയുന്നത് ശരിയാണ്, ഇത്രയും നാൾ ഇങ്ങനെയൊന്നും അറിഞ്ഞില്ലായിരുന്നു, എന്നാൽ എൻ്റെ മോനെ പിരിഞ്ഞിട്ട് ഒരു ദിവസം പോലും കഴിയാൻ എനിക്ക് കഴിയില്ല. എൻ്റെ മനസ്സ് കല്ലാക്കിക്കൊണ്ടാണ് ഞാൻ അമ്മയോട് പറയുന്നത്. അവിടെ എന്ത് ചെറിയ കാര്യങ്ങൾ നടന്നാലും ഇനിയിപ്പോൾ സച്ചി കാരണമാണ് അത് സംഭവിച്ചെന്നാണ് എല്ലാവരും ചിന്തിക്കുക. എൻ്റെ മോന് ജീവിതത്തിൽ അങ്ങനെ ഒരു ദോഷം സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അമ്മേ 6 വർഷം അമ്മയുടെ അടുത്ത് നിൽക്കട്ടെ. എനിക്ക് ഇതിനോട് തീരെ ഇഷ്ടം ഉണ്ടായിട്ടല്ല അമ്മേ. എന്തായാലും ഈ സച്ചിക്ക് വേണ്ടിയിട്ട് അവനൊരു 6 വർഷം ഞാൻ എൻ്റെ മനസ്സ് കല്ലാക്കിയിട്ടാണ് നിൽക്കാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ രവി പറയുന്നുണ്ട് കേട്ടോ. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ അച്ഛമ്മയുടെ കുറേ അടുത്തുള്ള റിലേറ്റീവ്സൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ അവരിങ്ങനെ രവിയോട് പറയുന്നുണ്ട്, എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വാസം ഇല്ല എങ്കിലും പിന്നീട് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത് നമ്മൾ അന്ന് ചെയ്തില്ലെങ്കിലോ എന്നോർത്ത് ദുഃഖിക്കരുതല്ലോ. പിന്നെ മോനെ നിർത്തിയിട്ട് പോകുന്നത് വേറെ ആരുടെ അടുത്തല്ലല്ലോ, അച്ഛമ്മേൻ്റെ അടുത്തല്ലേ, അവനിവിടെ സുരക്ഷിതമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കസിൻസും ഒക്കെ ഇങ്ങനെ റിലേറ്റീവ്സ് എല്ലാം അവരിങ്ങനെ കൺവിൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ രവിയും മനസ്സോടുകൂടി സമ്മതിക്കുകയാണ് കേട്ടോ. എന്നാൽ അച്ഛമ്മയും പറയുന്നുണ്ട്, രവി എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വാസം ഇല്ല എങ്കിലും എന്തായാലും നിൻ്റെ ഭാര്യ ഈ കാര്യം ഓർത്തിട്ട് വല്ലാണ്ട് ഭയന്നിട്ടുണ്ട്. എന്തായാലും അവനിവിടെ നിന്നെ വളർത്തിയതുപോലെ തന്നെ ഞാൻ എൻ്റെ സച്ചി മോനെ നല്ല രീതിയിൽ വളർത്തുമെന്നിങ്ങനെ അച്ഛമ്മയും പറയുന്നുണ്ട്. അതിനുശേഷം അച്ഛമ്മയാണെങ്കിൽ സച്ചിയെ വിളിക്കുന്നുണ്ട് കേട്ടോ അടുത്തേക്ക്. അപ്പോൾ സച്ചി ഓടി വരുമ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട്, മോൻ ഇനി തൊട്ട് അച്ഛമ്മയുടെ കൂടെ ഇവിടെയാണ് നിൽക്കുന്നതെന്ന് പറയണേ. ഇല്ലില്ല, എനിക്ക് എൻ്റെ അമ്മയുടെ കൂടെ മാത്രം നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി ചന്ദ്രനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, മോൻ അമ്മ പറഞ്ഞ കേൾക്കില്ലേ? ആ കേൾക്കും അമ്മേ. മോനെ കുറച്ച് നാൾ അച്ഛമ്മയുടെ കൂടെ ഇവിടെ നിൽക്കണം. അച്ഛമ്മ ഇവിടെ സ്കൂളിൽ ചേർത്തിട്ട് മോൻ പറയുന്നതെല്ലാം സാധിച്ചു തരും. അമ്മ ഇടയ്ക്കൊക്കെ വന്ന് കണ്ടോളാം എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ ഭയങ്കര സങ്കടത്തോടു കൂടി സച്ചി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ രവി പറയുന്നുണ്ട്, ചന്ദ്രേ നമുക്കിറങ്ങാം, സമയം ഒരുപാടായി, ബസ്സൊന്നും കിട്ടുകയില്ല എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് സച്ചിയെ അവിടെ ആക്കിയിട്ട് പോവുകയാണ്. അങ്ങനെ സച്ചി അവരവിടെ നിന്ന് പോകുന്ന സമയത്ത് സച്ചി അമ്മയെ എന്നെ വിട്ടിട്ട് പോലേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. ചന്ദ്രമതിയാണെങ്കിൽ തിരിഞ്ഞ് ഓടി വന്നിട്ട് സച്ചിയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോകുന്നുണ്ട്. എന്നാൽ അച്ഛമ്മ ഇങ്ങനെ പിടിച്ചു വെക്കുകയാണ് കേട്ടോ സച്ചിനെ. ചന്ദ്രമതി തിരിഞ്ഞു നോക്കാതെ അങ്ങ് പോവുകയാണ്. ഒരുപാട് വിഷമത്തോടു കൂടിയാണ് അമ്മ എന്നെ വിട്ടിട്ട് പോലേ എന്നുള്ള സച്ചിയുടെ കരച്ചിൽ തന്നെ ഇപ്പോഴും സച്ചിയുടെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ രേവതിയോട് കാര്യങ്ങളിങ്ങനെ സച്ചി പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതി ഇങ്ങനെ ഞെട്ടിത്തിരിച്ച് രേവതിയുടെയും കണ്ണൊക്കെ നിറഞ്ഞൊഴുകുകയാണ്. എന്നിട്ട് സച്ചി രേവതിയോടായിട്ട് പറയുന്നുണ്ട്, രേവതി ഇങ്ങനെ ഒരു കാര്യം കൊണ്ടാണ് എന്നെ അവിടെ നേരത്തെ ചെറുപ്പത്തിലെ തന്നെ അച്ഛമ്മയുടെ അടുത്ത് കൊണ്ടുപോയി വിട്ടത്. എന്നാൽ ഈ കാര്യങ്ങളൊന്നും തന്നെ എനിക്കറിയില്ലായിരുന്നു. എനിക്ക് പിന്നീട് വളർന്നു വന്നതിന് ശേഷമാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായതെന്ന് പറഞ്ഞിട്ട് സച്ചി വീണ്ടും ബാക്കി കഥ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീടായിട്ട് വീണ്ടും പഴയ കാര്യങ്ങളാണ് കാണിക്കുന്നത്. ചന്ദ്രമതിയാണെങ്കിൽ വീട്ടിൽ വന്നല്ലോ. ചന്ദ്രമതിക്കാണെങ്കിൽ സച്ചിയെ തനിയാക്കിയിട്ട് വന്നിട്ട് ഭയങ്കര വിഷമമൊക്കെയാണ് കേട്ടോ. അങ്ങനെ സച്ചിയെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫോൺ റിങ് ചെയ്യുന്നത്. അപ്പോഴേക്കും സച്ചിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രവിയാണെങ്കിൽ സച്ചിയുടെ അടുത്തേക്ക് പോകാനായിട്ട് തയ്യാറാവുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, അമ്മേ സച്ചി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അച്ഛമ്മയാണ് കേട്ടോ ഫോൺ ചെയ്യുന്നത്. സച്ചി എന്തായാലും നല്ല സുഖമായിട്ടിരിക്കുന്നു. പിന്നെ രവി വരുമ്പോൾ സച്ചിയുടെ ബാക്കിയുള്ള ഡ്രസ്സൊക്കെ കൊടുത്തു വിടണമെന്ന് പറയാനാണ് ഞാൻ വിളിച്ചതെന്ന് പറയണേ. അപ്പോഴേക്കും അവൻ ഫുഡ് കഴിച്ചോ, അവൻ ഉറങ്ങുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ചന്ദ്രമതി ചോദിക്കുന്ന സമയത്ത് അച്ഛമ്മ പറയുന്നുണ്ട്, അത് അവൻ എൻ്റെ കൊച്ചുമകനാണ്, അവനെ എനിക്ക് നല്ല രീതിയിൽ വളർത്താൻ അറിയാം, നിങ്ങൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. പിന്നെ അമ്മേ ഞാൻ രവിയേട്ടൻ വരുന്ന സമയത്ത് ഞാനും കൂടി വരട്ടെ എന്നിങ്ങനെ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് കേട്ടോ. ആഹാ, നിന്റെ മകനെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നതിന് നീ എന്നോട് പെർമിഷൻ എടുക്കണോ? നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാം എന്നിങ്ങനെ അച്ഛമ്മ പറയുന്നുണ്ട്. അങ്ങനെ രവിയുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്ന സമയത്ത് അച്ഛമ്മ പറയുന്നുണ്ട്, രവി മോനെ നീ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട, സച്ചി ഇവിടെ സുഖമായിട്ട് സന്തോഷമായിട്ട് തന്നെ ഇരിക്കുന്നു. ഈ സമയം ശ്രുതിയാണെങ്കിൽ ചന്ദ്രമതിയുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് കേട്ടോ. അമ്മയമ്മേ ഇന്ന് എൻ്റെ സ്കൂളിൽ ഫംഗ്ഷനാണ്, എനിക്ക് ക്വിസ് കോമ്പറ്റീഷന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയതിൻ്റെ ഇന്ന് എനിക്ക് ട്രോഫിയൊക്കെ കിട്ടും, അമ്മ ഉറപ്പായിട്ടും വരണമെന്ന് പറയണേ. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, മോനെ
ഞാനിന്ന് സച്ചിയെ കാണാൻ വേണ്ടി പോവാണ്. മോനിന്ന് തനിയെ പോവും, പിന്നീട് അമ്മ ഒരു ദിവസം വന്നോളാന്ന് പറയണേ. എന്നാൽ ശ്രുതി ഭയങ്കരമായിട്ട് വാശി പിടിക്കുന്നുണ്ട് കേട്ടോ, അമ്മ തന്നെ വരണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മനസ്സോടുകൂടി ചന്ദ്രമതി അതിനെ സമ്മതിക്കുകയാണ്. അങ്ങനെ അതിന് ശേഷമായിട്ട് വീണ്ടും ആ ജോത്സ്യനെ കാണാനായിട്ട് ചന്ദ്രമതി പോകുന്നുണ്ട് കേട്ടോ. അവിടെ ചെന്നിട്ട് ചന്ദ്രമതി അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ മകനെ 6 വർഷത്തേക്കിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ അടുത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. എന്നാൽ എനിക്ക് അവനെ കാണാതിരുന്നിട്ട് ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും പറ്റില്ല. ഞാൻ അവനെ പോയി കണ്ടോട്ടെ എന്ന് ചോദിക്കാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ആ സ്വാമിജി ഇങ്ങനെ ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അത് നിങ്ങൾ തമ്മിൽ പരസ്പരം കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു കാര്യം പറഞ്ഞത്. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മാറ്റി നിർത്തിയതിൽ എന്താണ് പ്രയോജനമുള്ളത്? എന്തായാലും നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ മകനും വേണ്ടിയിട്ടുള്ള വലിയൊരു ത്യാഗമാണ്. അതിന് എന്തായാലും ഉറപ്പായിട്ടും പ്രതിഫലം ഉണ്ടാവും. ഇനിയിപ്പോൾ ഒരു ദോഷങ്ങളും വരില്ല, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ടെന്നൊക്കെ ഇങ്ങനെ സ്വാമിജി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ചന്ദ്രമതി ഇറങ്ങുന്ന സമയത്ത് ഇനി ഉടനെയെങ്ങും ഈ 6 വർഷം കഴിയാതെ സച്ചിയെ പോയി കാണാൻ പാടില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഭയങ്കരമായിട്ട് സച്ചിയെ സ്നേഹിക്കുന്ന ഒരു സമയമാണ് കേട്ടോ ചന്ദ്രമതി ആണെങ്കിൽ. അങ്ങനെ ചന്ദ്രമതി അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു സ്ത്രീ ആണെങ്കിൽ അവിടെ കുടുംബക്കാരോടൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ്. ഞാനന്ന് ഈ സ്വാമിജി പറഞ്ഞതുപോലെ കേട്ടിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് എൻ്റെ മകനെ നഷ്ടപ്പെടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കരയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിക്ക് കൂടുതൽ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ 6 വർഷത്തേക്കിന് ചന്ദ്രമതി നമ്മുടെ സച്ചിയെ പിരിഞ്ഞിരിക്കുകയാണല്ലോ. എങ്കിലും ചന്ദ്രമതിക്ക് ഇത്രയധികം ദേഷ്യവും ഇത്രയധികം സ്നേഹവും ഉണ്ടായിരുന്ന ചന്ദ്രമതിക്ക് സച്ചിയോട് ഇത്രയധികം ദേഷ്യം വരാനുള്ള കാര്യം എന്താണെന്ന് അറിയാനായിട്ട് നമുക്ക് ഈ അടുത്ത എപ്പിസോഡിൽ കാണും വരേക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.